പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ഒരു ജി പാസിൻ്റെ ലൈറ്റാണിത്. ഇത് വർക്കാവുന്നില്ല. ഇത് നമ്മൾക്കൊന്ന് അഴിച്ച് റെഡിയാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം. റെഡിയാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ഡാമേജ് ആയിട്ടില്ല. ഇത് ചാർജിങ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വർക്കാവും. ചാർജിങ് എടുത്തു കഴിഞ്ഞാൽ ഓഫാകും. അതേപോലെ തന്നെ ബാറ്ററി നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്യാം. 2.4 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. ബാറ്ററിയും നല്ല ബാറ്ററിയാണ്. നമുക്കെന്തായാലും ഇതിനി ഓപ്പൺ ചെയ്ത് നോക്കാം. ചെറിയ കംപ്ലൈൻറ്റ് മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ഫസ്റ്റ് ഇവിടെ ഫ്രണ്ട് അഴിക്കുക. ഫ്രണ്ട് ഇങ്ങനെ അഴിഞ്ഞ് വരും. ഇനി ഈ ബാക്കിൽ ഈ പീസും കൂടി അഴിച്ചെടുക്കുക. ഇനി ചെയ്യേണ്ടത് ഇവിടെ ഒരു ലോക്കുണ്ട്. ഇതിൽ 2 കട്ടിങ് ഉണ്ടാവും. എല്ലാത്തിനും ഈ രീതി തന്നെയായിരിക്കും. ഈ കട്ടിങ് ഇങ്ങനെ ഒരു ത്രെഡോട് കൂടിയ ഒരു റിങ് ആണ്. ഇനി നമ്മൾക്ക് ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് തള്ളി നോക്കാം. ഇത് USB ടൈപ്പ് ചാർജിങ് ആണ്, മൈക്രോ USB. മെല്ലെ തള്ളി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ യൂണിറ്റ് ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ കണക്ടിവിറ്റി നോക്കണം. ഇതാണ് ബോഡിയായിട്ട് കണക്റ്റ് ആകുന്നത്. പോസിറ്റീവ് ഇതിലേ വരും, ഇത് ബോഡിയായിട്ട് വരും. ഇവിടെ പെയിൻ്റ് കാര്യങ്ങളും ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഡയറക്റ്റ് കണക്റ്റ് ആവുന്നുണ്ട്. ഇതിനി നമ്മൾക്കൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ 2 സ്ക്രൂ ഉണ്ട്, അത് അഴിക്കാം. ഇതിൻ്റെ അകത്തൊരു PCB ഉണ്ട്. PCB എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ടുണ്ടോ, എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ LED യൂണിറ്റ്. ഇതാണ് ചാർജിങ് സെക്ഷനും അതേപോലെ തന്നെ LED ഡ്രൈവിംഗ് യൂണിറ്റൊക്കെ ഇതാണ്. ഇവിടെ കംപ്ലൈൻറ്റ് ഇതാണ് കംപ്ലൈൻറ്റ്. വളരെ സിമ്പിളാണ്. ബാറ്ററിയുടെ പോസിറ്റീവ് ഈ ടെർമിനൽ കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ ഡാമേജ് ആയിട്ടുണ്ട്. പാഡ് ഒടിഞ്ഞിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്ന ടോർച്ച് നിലത്ത് വീണിട്ടുണ്ട്. നിലത്ത് വീണപ്പം ബാറ്ററി ഇങ്ങനെയാണല്ലോ, ഇതിങ്ങനെ വന്ന് നല്ല ശക്തമായിട്ട് അടിച്ചതാണ് ഈ കാരണം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇത് നമ്മൾക്ക് ഇനി ഒന്ന് സോൾഡർ ചെയ്ത് ജോയിൻ ചെയ്ത് നോക്കാം ഇത് തന്നെയാണോ കംപ്ലൈൻ്റ് എന്ന്. ഇത് ഡബിൾ സൈഡഡ് PCB ആണ്. ഇതിപ്പം ഈ ഭാഗത്ത് ഇവിടെ വേറെ പാഡുകളൊന്നും കാണുന്നില്ല. സോൾഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാകും. നോക്കാം, എന്തായാലും നമുക്ക് സോൾഡർ ചെയ്ത് നോക്കാം. ഇത് പുതിയത് വാങ്ങിക്കണമെങ്കിൽ ഏകദേശം 350 രൂപയ്ക്ക് അടുത്താവും. ലോക്കൽ ബ്രാൻഡുകൾ. ബാറ്ററിക്ക് ഒരു 200 രൂപയാകും. അതും ഒറിജിനൽ കിട്ടത്തില്ല ബാറ്ററി. നമുക്ക് ഏതെങ്കിലും ലോക്കൽ ബാറ്ററി 150 രൂപ 200 രൂപയുടെ ഒക്കെ വാങ്ങിച്ചാൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഇത് മിക്കവാറും ഡാമേജ് വരുന്നതാണ്, ഇതിൻ്റെ മൈക്രോ USB പോർട്ട്. ഇത് നമ്മൾ കുത്തി ഇതിന് ചിലപ്പം ഷേക്കൊക്കെ വന്നിട്ട് ഈ ഭാഗത്തെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പം ചാർജിങ് ആകാതെ വരും. ചാർജിങ് ആകാതെ വരുവാണെങ്കിൽ ഈ പോർഷൻ ഒന്ന് നോക്കിയാൽ മതി. നമുക്ക് എന്തായാലും ഇനി ഈ ഭാഗം സോൾഡർ ചെയ്ത് കൊടുക്കാം. കുറച്ച് തിക്കായിട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നീട് ഇത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ചെറിയ രീതിയിൽ നമ്മൾക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആ പൊട്ടിയ ഭാഗത്ത് അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിക്കോളും. അധികമായിട്ടുള്ള ഗ്ലൂ ഒക്കെ തുടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. ഇത് പവർ ബാങ്കോട് കൂടി വരുന്ന ഒരു മോഡലും കൂടി അതേ സെയിമിലുള്ള PCB അടിച്ചതാണ്. ഇവിടെ കണ്ടോ, USB-യുടെ ഒരു പോർട്ട് വരാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് അവർ. നിലത്ത് വീഴുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഡാമേജുകളൊക്കെ സംഭവിക്കാറ്. പെട്ടെന്നുള്ള ബാറ്ററി ഈ സ്പ്രിങ്ങിലാണല്ലോ നിൽക്കുന്നത്. അങ്ങനെ വരുമ്പം പെട്ടെന്നൊരു ഷേക്ക് ആകുമ്പോഴും പെട്ടെന്ന് ബാറ്ററിയുടെ അടി വന്നിട്ട് കിട്ടുന്നത് ഇവിടെയായിരിക്കും. ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്യാം. കറക്റ്റ് പൊസിഷനിൽ വന്നിട്ടുണ്ട്. ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അവിടുന്ന് ബാറ്ററി ഇടുമ്പം തള്ളി വരാതിരിക്കാൻ വേണ്ടിയാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. വളരെ കൂളായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തു. ഇത് കിട്ടിയപ്പോൾ തന്നെ ഇത് റെഡിയാക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളൊന്ന് റെഡിയാക്കിയത്, തുറന്നു നോക്കിയത്. ബാറ്ററിയൊക്കെ ഡാമേജ് ആണെങ്കിൽ കളയുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡാമേജ് പറ്റിയതാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് റിപ്പയർ ചെയ്തെടുക്കാവുന്ന ഒരു സംഭവം മാത്രമാണ്.